കുഞ്ഞി വാവേ ഒന്നുമില്ല കേട്ടോ, നമുക്ക് പോകാവേ. കുഞ്ഞി വാവേ കുഞ്ഞി ഒന്നുമില്ലേ, വാവ് വേഗം പോവുവേ കേട്ടോ, നമുക്ക് പോകാവേ, വീട്ടിൽ പോകാവേ. കുഞ്ഞസേ ഇന്നതാ വാച്ചി. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ആറ്റുനോറ്റുണ്ടായിട്ടുള്ള കൊതിച്ച് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ കൺമണി, പ്രിയപ്പെട്ട 10 മാസം പ്രായം മാത്രമുള്ള ഐനിക മോളുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ അത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. 10 വർഷത്തിന് ശേഷം കിട്ടിയ മോളാണ്. ശരിക്കും എന്റെ കുട്ടീനെ കൂടെ അവളെ ശരിക്കും എടുക്കാനോ അല്ലെങ്കിൽ അവളെ കൂടെ കിടക്കാനോ എനിക്ക് അധികം അവസരം കിട്ടിയിട്ടില്ല. എത്രയോ ആശിച്ചിട്ട് ഒരുപാട് ചികിത്സ ചെയ്തതിന് ശേഷം കിട്ടിയതൊന്നും, എന്നിട്ട് അതും ഇങ്ങനെ. എനിക്കെന്റെ മോളില്ലാണ്ട് പറ്റൂല എങ്ങനെയാലും. ഒരു ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി എല്ലാം ശരിയായി, ഇനിയിപ്പോ അതിന്റെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞ് എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും ഈ ചികിത്സ ഇങ്ങനെ കൊണ്ടുപോയാൽ എനിക്ക് എന്റെ കുട്ടീനെ കിട്ടും എന്നുള്ള വിശ്വാസം എനിക്ക്. ഇപ്പൊ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. ആരെയും ആശ്രയിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കുറെയൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട വെച്ചിട്ട് ആദ്യമൊന്നും ആരെയും അറിയിച്ചിരുന്നില്ല. ഉള്ളതെല്ലാം നമ്മൾക്കുള്ളതെല്ലാം കൊടുത്തിട്ട് ചികിത്സിച്ചതാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല. അത്രയും ഇത് കിട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതും ഷമീർ സാറിനെ കാണുന്നത്. വേറെ ഒരു വഴിയില്ലാത്തോണ്ട് അത്രയും ബാധ്യതയുണ്ട് ഇപ്പോ. അതുകൊണ്ട് ദൈവത്തെ കൊടുത്തിട്ട് സഹായിക്കുക. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. വളരെ സങ്കടകരമായിട്ടുള്ള, വേദനാജനകമായിട്ടുള്ള, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കുഞ്ഞു മാലാക ഐനിക സനിയ എന്ന് പറയുന്ന 10 മാസം പ്രായമുള്ള കുഞ്ഞുമോൾ കണ്ണൂർ മാടായി പഞ്ചായത്തിൽ വെങ്ങര എന്ന സ്ഥലത്ത് പണ്ടാര വളപ്പിൽ വിനോദേട്ടന്റെയും നിഷയുടെയും 10 മാസം പ്രായമുള്ള കുഞ്ഞു മാലാകയാണ്. ഈ സങ്കടം ഒന്ന് നിങ്ങൾ കേൾക്കണേ, ഈ വേദന ഒന്ന് നിങ്ങൾ ഏറ്റെടുക്കണേ, ഈ കുട്ടിയുടെ ജീവനൊന്ന് നിങ്ങൾ രക്ഷിക്കും. വല്ലാത്തൊരു പ്രയാസത്തിലൂടെ ഈ പൊന്നുമോള് കുഞ്ഞു മാലാക കടന്നു മുന്നോട്ട് പോവാണ്. ട്രാക്കിയോ ഇസോഫാക്കൽ ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ജനിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്നനാളത്തിലെ ഹോൾസ് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം വിവിധ ആശുപത്രികളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം നരകയാതന അനുഭവിക്കുന്ന ഒരു കുടുംബം ഗതികേട് കൊണ്ട്, വേറെ മാർഗമില്ലാത്തത് കൊണ്ട് യാചിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ഈ കുഞ്ഞുമാലാകയെ. ഒരു തവണയെങ്കിലും ഈ അമ്മക്ക് മുലയൂട്ടാൻ സാധിക്കാതെ, ഒന്ന് അച്ഛന്റെ ചൂടേൽക്കാൻ സാധിക്കാതെ, ഒന്ന് കയ്യിൽ വെച്ച് പൊന്നുമോളെ ഒന്ന് നോക്കാൻ സാധിക്കാതെ, ഒന്ന് കൊഞ്ചിക്കാൻ സാധിക്കാതെ ഈ പൊന്നു അമ്മയും പൊന്നു അച്ഛനും മാതാപിതാക്കളും സങ്കടപ്പെടുകയാണ്. തലവെച്ച് വളർത്താൻ കഴിയണം. മനസാക്ഷിയുള്ളവർക്ക് ഇടനെഞ്ചു പൊട്ടാതെ ഈ വീഡിയോ, ഈ കുടുംബത്തിന്റെ സങ്കടം കാണാൻ സാധിക്കില്ല. 100 കണക്കിന് അമ്മമാരും ഉമ്മമാരും സഹോദരങ്ങളുമാണ് പ്രിയപ്പെട്ട കുഞ്ഞുമാലാക
10 മാസം പ്രായമുള്ള ഐനിക മോൾക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാടായി പഞ്ചായത്തിലെ വെങ്ങര എന്ന സ്ഥലത്ത് വിനോദിന്റെയും നിശച്ചേച്ചിയുടെയും പൊന്നുമോൾ ജനിച്ച അന്ന് മുതൽ വെന്റിലേറ്ററിലും പല ആശുപത്രികളിലായി ജീവൻ നിലനിർത്താനുള്ള വലിയ പോരാട്ടമാണ്. കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് 18 കോടി ചോദിച്ചപ്പോ അതിന്റെ ഇരട്ടിയിലധികം നൽകിയ കിട്ടിയ മണ്ണാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്ന ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ, ഈ കുടുംബത്തിന്റെ സങ്കടം ഒന്ന് കേൾക്കണേ. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ആ പൊന്നുമോൾ വേദന അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനിച്ച അന്ന് മുതൽ അനുഭവിക്കുന്ന പ്രയാസം, നിരവധി സർജറികൾ കഴിഞ്ഞു, നിരവധിയായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്നു. 10-35 ലക്ഷത്തോളം രൂപ ഇന്ന് ബാധ്യതയുണ്ട്. ഇത് കാണുന്ന ആളുകൾ ഈ കുഞ്ഞുമാലാകെ ഐനിക മോളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഉണരണം, നാടിറങ്ങണം. ബക്കറ്റ് പിരിവെങ്കിൽ ബക്കറ്റ് പിരിവ്. ഓട്ടോ തൊഴിലാളികൾ, കണ്ണൂരിലെ പൊതുസമൂഹം, രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, ക്ലബ്ബുകൾ, കൂട്ടായ്മകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകത്ത് നിന്ന് ഈ നാടിന്റെ വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി മെഴുകുതിരി പോലെ കത്തിജ്വലിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഈ മോളെ ഏറ്റെടുക്കണമേ. ശ്വാസനാളവും അന്നനാളവും ഇടയിലുള്ള വലിയ ഒരു വല്ലാത്തൊരു പ്രയാസത്തിലൂടെ ആ കുഞ്ഞ് കടന്നു പോകുമ്പോ ഇനി ജീവൻ നിലനിർത്തണമെങ്കിൽ ഭീമമായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. ഇത് കണ്ടിട്ട് കാണാതെ പോകരുത്. ഒരു ജനാവലി എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നാടിനെ അഭിമാനിക്കാവുന്ന തരത്തിൽ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. ഈ നാടിന് സാധിക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇനി സഹായിക്കാൻ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകൾ, നവമാധ്യമങ്ങൾ കാണുന്ന ആളുകൾ, പൊതുസമൂഹമല്ലാതെ ഈ കുട്ടിയെ രക്ഷിക്കാനില്ല. ഞാൻ ഹോസ്പിറ്റലിലെത്തി ആ കുട്ടിയുടെ ഗുരുതരമായിട്ടുള്ള, അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥ കണ്ട് ഇവിടെ എത്തിയതാണ്. ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്കിത് അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ചികിത്സ കിട്ടിയില്ലെങ്കിൽ, പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ കിട്ടിയില്ലെങ്കിൽ, ഇത്രയും കാലം മിംസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഒരുപാട് നല്ല സേവനങ്ങൾ ലഭിച്ചു. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, സർജറി നടത്തണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ, ഭീമമായ സംഖ്യ ആവശ്യമാണ്. നമ്മുടെ മുമ്പിൽ ഒരു കുട്ടിയുടെ ജീവൻ കണ്ടിട്ട് നിങ്ങൾ സഹായിക്കാതെ പോയാൽ, നിങ്ങൾ കാണാതെ പോയാൽ, ഈ വീഡിയോ അവഗണിച്ചാൽ, ഇത് കണ്ടിട്ടും റോഡിലിറങ്ങാത്ത, സഹായങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് കോഴിക്കോട് നിന്ന് കിലോമീറ്ററുകൾ താണ്ടി എല്ലാവരും സാമ്പത്തിക പ്രയാസത്തിലാണ്, എല്ലാവരും പേമാരിയിലാണ്, പ്രതിസന്ധിയിലാണ്, തൊഴിലില്ലാത്ത അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചായക്ക് മാറ്റിവെക്കുന്ന പണം, ഒരു ബീഡിക്ക് മാറ്റിവെക്കുന്ന പണം, ഒരു മൊബൈൽ റീചാർജിങ്ങിന് മാറ്റിവെക്കുന്ന പണം, പ്രിയപ്പെട്ടവരെ, ഒരു 10 രൂപയെങ്കിൽ നിങ്ങൾ 10 രൂപ ഈ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് അയക്കണേ. പ്രിയപ്പെട്ട ഐനിക മോളുടെ അച്ഛന്റെ അക്കൗണ്ട് നമ്പറും ഐനിക മോളുടെ ഗൂഗിൾ പേയുമാണ്. പ്രിയപ്പെട്ട സർക്കാരിന്റെ പുതിയ നിയമപ്രകാരം ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉള്ളതിനാൽ പ്രിയപ്പെട്ടവരെ, പരമാവധി നിങ്ങൾ നേരിട്ട് അക്കൗണ്ടിലോട്ട് അയക്കണം. ഇത് നിങ്ങൾ തട്ടിക്കളഞ്ഞാൽ പ്രിയപ്പെട്ട ഐനിക മോളുടെ ജീവൻ അപകടത്തിലാവും. ഈ നാടും ഈ നാട്ടിലെ എല്ലാ ആളുകളും, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും, പ്രിയപ്പെട്ട ചർച്ച് ഭാരവാഹികളും, മഹല്ല് കമ്മിറ്റിയും, രാഷ്ട്രീയ പാർട്ടികളും ഒന്നും വ്യത്യാസമില്ലാതെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇത് ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യും. ഇത് തട്ടിമാറ്റിക്കളയരുത്. ഈ പൊന്നുമോളെ, കുഞ്ഞുമാലാകെ രക്ഷിക്കണേ. ഇവിടെ കൂടിയ എല്ലാവരോടും എൻ്റെ ഒരു അപേക്ഷയാണ്. നമ്മുടെ ഐനികമ്മളുടെ ആരോഗ്യസ്ഥിതിയുടെ ഇപ്പോഴത്തെ ഇതുകൊണ്ട് ചികിത്സാ സഹായത്തിന് വമ്പിച്ച സാമ്പത്തിക ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകവഞ്ഞ സാമ്പത്തിക ഇതിലേക്ക് സ്നേഹമുള്ളവരെ, ജീവൻ എപ്പോഴും ദൈവിക ദാനാണ്. ആ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത്, ആ സംരക്ഷണത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളതും ഏറ്റവും ദൈവികമായ കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഐനിക മോളിൻ്റെ ജീവൻ സംരക്ഷിക്കാനായിട്ട് ഒരുമിച്ച് ഒത്തൊരുമയോടെ നമുക്ക് മുന്നേറാം. ഈ ഒരു വലിയൊരു നമ്മുടെ ത്യാഗം, ഐനിക മോളുടെ ജീവൻ എന്നേക്കുമായി വീണ്ടെടുക്കുവാനും, ആ ഒരു ജീവൻ ഈ ലോകത്ത് ഓടി നടന്ന് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു ജീവനായി മാറുവാനായി നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. നിങ്ങളാൽ ആവുന്ന വിധം ഈ കുഞ്ഞിന് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സഹീദ് കായിക്കാരൻ, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. എൻ്റെ പഞ്ചായത്തിലെ വെങ്ങര പ്രദേശത്ത് ഐനിക മോൾ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ജനനം മുതൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞു കൂടുകയാണ്. വളരെ പ്രയാസത്തിലാണ് അവരുടെ ചികിത്സയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഈ കൊച്ചുകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്യണം എന്ന്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 10 വർഷത്തിന് ശേഷമാണ് ഒരു കുട്ടി അവർക്ക് ജനിക്കുന്നത്. ജനിച്ച അന്ന് മുതൽ ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്.
ലക്ഷങ്ങളാണ് ആ പൊന്നുമോൾക്ക് വേണ്ടി ചെലവായിട്ടുള്ളത്. എന്നും ലക്ഷങ്ങൾ എന്നും വേണ്ടി വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇത് കാണുന്നവർ, സന്മനസ്സുള്ളവർ, ഈ പൊന്നുമോൾക്ക് വേണ്ടി ഒരു 100 രൂപയെങ്കിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എങ്കിലും നിങ്ങൾ ഈ കുട്ടിയെ, ഈ പൊന്നുമോളെ ചേർത്ത് പിടിക്കണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് 1 വയസ്സോളം പ്രായമുള്ള ഐനിക മോൾ എന്ന ഒരു കൊച്ചുകുട്ടിയുടെ ചികിത്സ ആവശ്യാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. ജനിച്ച സമയം തൊട്ട് ഈ സമയം വരെയും അവൾ വളരെ ഗൗരവകരമായ ചികിത്സയിലാണുള്ളത്. വീഡിയോ കാണുന്ന എല്ലാവരും കൂടി ചേർന്ന് വലിയൊരു സഹായം അവർക്ക് ചെയ്തു കൊടുത്താൽ നമുക്ക് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നമസ്കാരം. ഞങ്ങൾ ക്രസന്റ് കോളേജിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഐനിക മോളുടെ ശരിയായ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ മത്സ്യത്തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇന്നു മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇന്നു മുതൽ ഐനിക മോൾക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുന്ന ഇവിടെ വെച്ച് ഞങ്ങൾ അറിയിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ആ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവരുതെന്നും ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഐനിക മോളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായം ആ കുഞ്ഞിന് നൽകി ആ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഐനിക മോളെ സഹായിക്കണേ. ഐനിക മോളെ സഹായിക്കണേ. മോളെ എല്ലാവരും സഹായിക്കട്ടോ. മോളെ മുഖം കണ്ടാൽ തന്നെ മാമൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ കേൾക്കും. മോളെ സഹായിക്കട്ടോ. സഹായിക്കണേ പ്രിയപ്പെട്ടവരെ. ഇതിലും വലിയ ഒരവസ്ഥ ഇനി നമുക്ക് കാണാനില്ല.